അള്ളാഹുവിന്റെ ഹബീബ പറഞ്ഞു തരുന്നത്. ഇനി കേൾക്കണേ എന്റെ സഹോദരങ്ങളെ, അത്താ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാൻ. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. അശദ്ദു തിൽകൽ അബ്വാബി ഗമ്മൻ വഹറൻ വഖർബൻ, ഏറ്റവും വേദനയും പ്രയാസവുമുള്ള കവാടമേതാ? വഅൻതനുരീഹ, വളരെ മോശമായ ദുർഗന്ധമുള്ള കവാടമേതാണ്? ആ കവാടം അല്ലാഹു ഒരുക്കി വെച്ചത് ഒളിച്ചോടിപ്പോയവർക്കാൻ, വ്യഭിചരിച്ച ആളുകൾക്കാണ് അല്ലാഹു ഏറ്റവും കഠിനമായ ചൂടും വളരെ മോശമായ വാസനയുമുള്ള നരകം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് മഹാനായ അത്താ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. മഹാനായ മഖ്ഹൂൽ ദമശ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ശ്രദ്ധിക്കണേ, ഒളിച്ചോടി പോകുന്നവരുടെ ഒളിച്ചോട്ടം അങ്ങോട്ടാ. ഒളിച്ചോടാൻ പദ്ധതി ഉണ്ടാക്കുന്നവർ, അവർ പദ്ധതി ഉണ്ടാക്കുന്നത് എങ്ങോട്ടാൻ? സത്യത്തിൽ കൊടൈക്കനാലിലേക്കല്ല അവരെത്തുന്നത്. കൊടൈക്കനാലിൽ നമുക്ക് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു പക്ഷേ ആക്സിഡന്റ് ആയാൽ നീ പിന്നെ പോകുന്നത് വായിച്ചില്ല മിനിഞ്ഞാന്ന് കാസർഗോഡ് നോമ്പ് തുറക്കാൻ പോകുന്നവർക്ക് നോമ്പ് തുറക്കാനല്ല അവസരമുണ്ടായത്, അവർ മരിച്ചു പോവുകയായിരുന്നു. നോമ്പുകാരായവർ മരിച്ചാൽ ഫലഹുമുൽ ജന്ന. മിനിഞ്ഞാന്ന് കാസർഗോഡ് ആളുകൾ നോമ്പുകാരായി മരിച്ചു, ആക്സിഡന്റായി മരിച്ചു. അപ്പൊ നീയും പറയും അവർ ആക്സിഡന്റായി മരിച്ചല്ലോ. വ്യത്യാസമുണ്ട്. അവർ നോമ്പുകാരായി ആക്സിഡന്റായി മരിച്ചാൽ ഫലഹുമുൽ ജന്ന, അവർ സ്വർഗത്തിലേക്കാ പോകുന്നത്. നീ നിന്റെ വാപ്പയെ പറ്റിച്ചു, ഉമ്മയെ പറ്റിച്ചു ഒളിച്ചോടുമ്പോൾ നീ പോകുന്നത്, അതിൽ നീ ആക്സിഡന്റായി മരിച്ചാൽ നീ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് മഹാനായ മഖ്ഹൂൽ ദമശ്കി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, അത് നീ നരകത്തിലേക്കാ, കത്തിയാളുന്ന നരകത്തിലേക്കാണ്. ഏത് റബ്ബാ ഇത് പറഞ്ഞത്? നമ്മൾ സൃഷ്ടിച്ച റബ്ബാൻ. പെങ്ങളെ, നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്കാരാ കണ്ണ് തന്നത്? പെങ്ങളെ, നീ ഹറാമ് നോക്കിയ കണ്ണില്ലേ? ആ കണ്ണ് തന്നതാരാ? നിന്റെ ഉമ്മയല്ല, വാപ്പയല്ല, നീ സ്വയം ഉണ്ടാക്കിയതല്ല, റബ്ബ് തന്നതാണ്. ആ റബ്ബ് പറയാൻ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മഹാനായ മഖ്ഹൂൽ ദമശ്കി റളിയല്ലാഹു അൻഹു പറയാ. ഖാല യജിദു അഹ്ലുൻ നാരി റായിഹതൻ മുൻതിന, നരകത്തിൽ കടന്ന ആളുകൾ നരകത്തിൽ വല്ലാത്തൊരു ദുർഗന്ധം. ആ സമയത്ത് ഫയഖൂലൂന, അവർ പറയും, മാ വജദ്നാ അൻതന മിൻ ഹാദിഹി റീഹ, ഇത്ര ഒരു ദുർഗന്ധം ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. എവിടെന്നാണത്? ഫയഖാലു ലഹും, അപ്പോൾ അവരോട് പറയപ്പെടുകയാണ്, ഹാദിഹി റൂഹു ഫുറൂജുസ് സിനാ, ഇത് വ്യഭിചാരികളായ തമ്മാടികളുടെ ഗുഹ്യ ഭാഗങ്ങൾ വാസനിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകത്തിലെ ആളുകളെ തന്നെ ശല്യപ്പെടുത്തുന്ന ദുർഗന്ധമാണ് അത്തരത്തിലെ ആളുകളുടെ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇന്ന ഫീ ജഹന്നമ വാദിയൻ, നരകത്തിൽ ഒരു താഴ്വരയുണ്ട്, ഇസ്മുഹു ജബ്ബുൽ ഹസൻ, അതിന്റെ പേര് ജബ്ബുൽ ഹസൻ എന്നാണ്. ഫീഹി ഹയ്യാത്തുൻ, അതൊരു താഴ്വരയാണ്. ആ താഴ്വരയിൽ സർപ്പങ്ങളുണ്ട്, വഅഖാരിബു, തേളുകളുമുണ്ട്. എവിടെ? ഭൂമിയിൽ സർപ്പങ്ങളെയും പാമ്പുകളെയും തേളുകളെയൊക്കെ സൃഷ്ടിച്ച റബ്ബനെ പറയുന്നത് വേറൊരു ലോകമുണ്ട്, നരകമാണ്. ആ നരകത്തിൽ താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ ധാരാളം പാമ്പുകളും തേളുകളുമുണ്ട്. കുല്ലു അഖറബിൻ, എല്ലാ തേളുകളും ഒരു കഴുതയെ പോലെ ഉണ്ടാകും. ആ നരകത്തിലെ തേളുകൾ ഭൂമിയിലെ തേള് പോലല്ല, കഴുതയുടെ അത്രയും വലിപ്പമുണ്ട് ആ നരകത്തിലെ തേളുകൾ. ലഹാ സബഊന ശൗഖ, ഓരോ തേളിന്റെയും ശരീരത്തിൽ 70 വലിയ വലിയ മുള്ള് പോലെയുള്ള രോമങ്ങളുണ്ട്. ഫീ കുല്ലി ശൗഖത്തിൻ റാവിയത്തു സുമ്മിൻ, ഓരോ മുള്ള് പോലെയുള്ള ഈ രോമത്തിലും ഓരോ റാത്തൽ, ഓരോ റാവിയത്തു സുമ്മിൻ, ഓരോ കിൻഡൽ കണക്കിന് ഭാരമുള്ള വിഷങ്ങളുണ്ട് ആ മുള്ളിൽ. പിന്നെ അതാ വ്യഭിചരിച്ച ആളുകളെ ഈ തേളുവന്ന നരകത്തിൽ നിന്ന് കുത്തുകയാണ്. എന്നിട്ട് ആ വിഷം ആ ശരീരത്തിലേക്ക് കയറ്റിവിടുന്നു. ആരുടെ? ഈ വ്യഭിചാരിയുടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, അതിന്റെ വേദന യജിദു മിറാറത വജൈഹ അൽഫസന, അതിൽ ഒരു തേള് കുത്തിയാൽ അതിന്റെ വേദന പോകാൻ 1000 കൊല്ലം എടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവുണങ്ങാൻ എത്ര ദിവസം എടുക്കും? 1000 കൊല്ലം എടുക്കും ആ വേദന മാറാൻ. അള്ളാന്റെ ഹബീബ് പറയാതും, പിന്നെ ഏതാ ശരീരത്തിൽ നിന്ന് മാംസം അങ്ങനെ ഉരിഞ്ഞു വീടും. ആ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ വ്യഭിചാരിയുടെ അവരുടെ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്നതാ രക്തവും ചലവും ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ ഹബീബ് തന്നെ പറയാൻ, ശ്രദ്ധിക്കണം, വിചാരണയുടെ കോലം എങ്ങനെയാ? ഒളിച്ചോടി
ഓടിപ്പോകുന്നവരെ, അവരുടെ വിചാരണയുടെ രീതി എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്? അന്നമൻ വലായദൈഹി അലംറഅത്തിൻ, ഒരാൾ തനിക്ക് അനുവദനീയമല്ലാത്തൊരു പെണ്ണിനെ സ്പർശിച്ചാൽ ജാഅ യൗമൽ ഖിയാമ, ആ ആൾ ഖിയാമത്ത് നാളെ വരും. മഗ്ലൂലത്തൻ യദുഹു ഇലാ ഉനുഖി, അയാളുടെ രണ്ട് കൈകളും അയാളുടെ പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട അവസ്ഥയിലാണ് അയാൾ വരിക. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഇനി തനിക്ക് അനുവദനീയമല്ലാത്തൊരു പെണ്ണിനെ ഒരാൾ ചുംബിച്ചാൽ നരകത്തിന്റെ കത്രികകൾ കൊണ്ട് അയാളുടെ ചുണ്ട് മുറിച്ചെടുക്കപ്പെടുന്നതാണ്. കണ്ടിട്ടില്ലേ ഭൂമിയിൽ അങ്ങനെ ചില മുറിക്കലും വെട്ടലും ഒക്കെ ഉണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, ആക്സിഡന്റ് ആയി മരിച്ചാൽ എന്താ ചെയ്യാ? ഖബറിലേക്ക് ഉണ്ണുന്നതിന് മുമ്പ് ആ ശരീരം തന്നെ വലിച്ചു കീറും മനുഷ്യൻ തന്നെ അത് ചെയ്യണ്ടേ? എന്നിട്ട് പിന്നെ നരകത്തിൽ അള്ള ചെയ്യുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മടിയോ? ഖൽബിന്റെ മാറ്റം വരുന്നില്ലയോ? മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അല്ലേ, ക്യാൻസർ രോഗം വന്നാൽ ആ ഭാഗം മുറിച്ചു കളയുന്ന ഡോക്ടർ പറയാറില്ലേ? കത്രിക എടുത്തിട്ട് മുറിച്ചു കളയുന്നില്ലേ? എന്നാൽ അനുവദനീയമല്ലാത്തൊരു ചുംബനം, ഒരു ഹറാമായ പെണ്ണിനെ, ഒരു അന്യ പെണ്ണിനെ ഒരാൾ ചുംബിച്ചാൽ, പ്രേമിക്കുന്ന പ്രിയമുള്ള സഹോദരി, നീ ഒരു അന്യ പുരുഷനാ നിന്നെ ചുംബിക്കുന്നത്, നീ ആ അന്യ പുരുഷനെയാ ചുംബിക്കുന്നത്. ആ ചുണ്ടുകൾ അല്ലാഹു നരകത്തിന്റെ തീക്കട്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച കത്രികകൾ കൊണ്ട് മുറിക്കുന്നതാണ്. ഒരന്യ പെണ്ണുമായി രമിച്ച ആളാണോ, അല്ലെങ്കിൽ അന്യ പുരുഷനുമായി രമിച്ച പെണ്ണാണോ, മഹ്ശറിൽ വെച്ച് ആ പെണ്ണിന്റെ കാലല്ലെങ്കിൽ ആ പുരുഷന്റെ കാലിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാകും, ദാ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ആ കാലവന് എതിരായി സാക്ഷി നിൽക്കുന്നതാണ്. വഖാലത്ത് നടാ കാല് പറയും, അനലിൽ ഹറാമി റഖിബ്തു, ഞാൻ ഹറാമ് ചെയ്തിട്ടുണ്ട്. ഫയൻദുറുല്ലാഹു തആല ഇലൈഹി ബിഗൈനിൽ ഗളബ്, ഇയാൾ എന്നെ സ്വയം ഇങ്ങനെ വിളിച്ചു പറയാണ് ഇയാളുടെ കാലുകൾ. അപ്പോൾ അല്ലാഹു ഗളബിന്റെ ദേഷ്യത്തിന്റെ കണ്ണോടെ അയാൾക്ക് നേരെ നോക്കുന്നതാണ്. ഫയഖൗല ഹമു വജീഹി, അപ്പോഴതാ അയാളുടെ മുഖത്ത് നിന്നും അയാളുടെ മുഖത്തുള്ള മാംസങ്ങൾ താഴേക്ക് ഒഴിഞ്ഞു വീഴുന്നു. അപ്പോഴാണ് അയാളുടെ നാവുകൾ പറയുന്നത്, ഞാൻ ഹറാമ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഫയഖൂലു അനബിമാലാ യഹല്ലു നഖതഖതു, നാവ് വിളിച്ചു പറയുന്നു ഞാൻ അരുതാത്തതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വയഖൂലു യദാഹു, അയാളുടെ കൈകൾ വിളിച്ചു പറയും, അനൽ ഹറാമി തനാവൽതു, ഞാൻ ഹറാമ് ചെയ്തിട്ടുണ്ട്. വതഖൂലു ഐനാഹു, കണ്ണുകൾ വിളിച്ചു പറയും, അനൽ ഹറാമി നദർതു, ഞാൻ ഹറാമ് നോക്കിയിട്ടുണ്ട്. വയഖൂലു റിജ്ലാ, കാലുകൾ വിളിച്ചു പറയും, അനലിമാലാ യഹല്ലു മശൈതു, ഞാൻ അനുവദനീയമല്ലാത്തിടത്തേക്ക് നടന്നു പോയിട്ടുണ്ട്. വയഖൂലു ഫർജുഹു, അയാളുടെ ഗുഹ്യ ഭാഗം വിളിച്ചു പറയും, അന ഫഅൽതു, ഞാൻ തെറ്റായത് ചെയ്തിട്ടുണ്ട്. വയഖൂലുൽ ഹാഫിദു മിനൽ മലായിക, ഓരോ ആളുകളുടെയും ശരീരത്തിൽ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകൾ വിളിച്ചു പറയും, അന സമയത്തു, ഒരാൾ പറയും ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേ ആൾ പറയും അന കതബതു, ഞാൻ എഴുതിയിട്ടുണ്ട്. വയഖൂലുല്ലാഹ്, അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇത്തറതു, ഞാൻ കണ്ടിട്ടുണ്ട്. വസതറതു, ഞാൻ അത് ഭൂമിയിൽ മറച്ചു വെച്ചതായിരുന്നു. സുമ്മ യഖൂലുല്ലാഹു തആല, പിന്നെ അല്ലാഹു തആല പറയും, ഖുദൂ വമിൻ അദാബി യദീഖൂ, അവളെ പിടിച്ചവനെ വിളിച്ച് നരകത്തിലേക്ക് എറിയണമെന്ന് രാജാതിരാജനായ അല്ലാഹുവിന്റെ കൽപ്പന വരും. ഫഖദിസ്തദ്ദ ഗളബി, അത്തരത്തിലുള്ള ആളുകളോട് എന്റെ കോപം അതിശക്തമാണെന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും വലിയ ഒളിച്ചോട്ട കാര്യങ്ങൾ, ഏറ്റവും നാശം പിടിച്ച ഒളിച്ചോട്ടം അയൽവാസിയെ കൊണ്ട് ഓടുക, അയൽവാസിയായ പെൺകുട്ടിയെ പ്രേമിച്ചവളുമായി ഒളിച്ചോടുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നഹു ഖാല, മഹാനവർകൾ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുദ്ദംബി അഅലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള ദോഷം ഏതാണ് നബിയേ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ, നീ അല്ലാഹുവിന് ഒരു പകരക്കാരെ ഉണ്ടാക്കലാണ്. വഹുവ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, അല്ലാഹുവിന്റെ മാതിരി വേറെയും അല്ലാഹുണ്ട് എന്ന് പറയലാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്ന ദാലിക ലഅലീം, അത് വളരെ വലുത് തന്നെയാണ് നബി. സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശിയത അൻ യത്അമ മഅക, നിന്റെ കുട്ടിയെ നീ തന്നെ കൊന്നുകളയലാം, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പേടിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ കൊണ്ടുപോയി അപഹാസ്യം ചെയ്ത് കളയാ, ഏറ്റവും വലിയ തിന്മയാണത്. സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബി? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ നിന്റെ അയൽവാസിയായ പെണ്ണിനോടൊപ്പം വ്യഭിചരിക്കലാണ്.
അവളുമായി നീ ഒളിച്ചോടലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒളിച്ചോട്ടമെന്ന് പറയുന്നത് എല്ലാ നന്മകളുടെ ബന്ധങ്ങളെയും അറുത്തുപൊലിച്ച് നരകക്കുണ്ടിലേക്കുള്ള ഒളിച്ചോട്ടമാണ്, അല്ലെങ്കിൽ നരകക്കുണ്ടിലേക്കാണ് അവർ ഒളിച്ചു പോകുന്നത്. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഉമ്മത്തിന് നീ ബോധം നൽകണേ അല്ലാ.